UPSC ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു കാൻഡിഡേറ്റിൻ്റെയും റെസ്യൂമിക്ക് തത്തുല്യമായ ഒരു ഫാക്ടറാണ് ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോം. അതിൽ നിങ്ങളുടെ ഹോബി വരാം, അതിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് വരാം, നിങ്ങളുടെ അക്കാഡമിക് മെറിറ്റ്സ് വരാം, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് വരാം. ഇതെല്ലാം കൂടെ കൂടിയ ഈ ഡോക്യുമെൻ്റ് ഫില്ല് ചെയ്യാൻ പലപ്പോഴും കാൻഡിഡേറ്റ്സ് വലിയ കെയർ ഒന്നും ചെയ്യാറില്ല. അത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിലൊരു കൺസിഡറബിൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫാക്ടറാണ്. അതിനാൽ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ എത്രത്തോളം കൺസ്ട്രക്റ്റീവായിട്ട് കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ഇൻ്റർവ്യൂവിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു എലമെൻ്റാണ്. പൊതുവേ കാൻഡിഡേറ്റ്സ് അവർക്ക് അറിയാവുന്നവരുടെ ഗ്രൂപ്പിലും ഫ്രണ്ട്സിലും ഒക്കെയാണ് ഇത് ചെയ്തു വരിക. അത് ഒരു എക്സ്പേർട്ട് മെൻറ്ററുടെ സഹായത്താൽ അല്ലെങ്കിൽ ഒരു സീനിയർ ബ്യൂറോക്രാറ്റ്സിൻ്റെ സഹായത്താൽ അത് ക്യൂറേറ്റ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുവഴി നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ മാർക്സ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ സാധിക്കും. പൊതുവേ സ്റ്റുഡൻസ് കാണിച്ചു വരുന്ന ഒരു മിസ്റ്റേക്കാണ് അതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യും. അതുവഴി ആ ഏരിയയിൽ നിന്ന് അവർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ലഭിക്കുകയും ദേ വിൽ ഗെറ്റ് ഇൻ ടു ട്രബിൾ. അത് ഒഴിവാക്കാനായിട്ട് അമൃത നിങ്ങൾക്കായി ഒരുക്കുന്നു സീനിയർ ബ്യൂറോക്രാറ്റ്സും എക്സ്പീരിയൻസ് ആയിട്ടുള്ള മെൻറ്റേഴ്സും അടങ്ങുന്ന ഒരു മെൻറ്റർ ക്യൂറേറ്റഡ് ആയിട്ടുള്ള ഡാഫ് സെഷൻസ്. അത് ഒരു പ്രീ ഡാഫ് സെഷനായിട്ടും ഒരു പോസ്റ്റ് ഡാഫ് സെഷനായിട്ടും അതിനെ കണക്കാക്കാം. പ്രീ ഡാഫ് സെഷനിൽ നിങ്ങൾക്ക് എങ്ങനെ ഡാഫ് ഫില്ല് ചെയ്യണം, എങ്ങനെ നിങ്ങൾക്കത് സബ്മിറ്റ് ചെയ്യണം എന്ന് വളരെ ഇൻഫോർമലായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അതുകൂടാതെ പോസ്റ്റ് ഡാഫ് സെഷനുകളിൽ നിങ്ങൾക്ക് അതിനെ ബേസ് ചെയ്ത് വരാൻ സാധ്യതയുള്ള മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതിനെ ബേസ് ചെയ്തുള്ള 1-on-1 സെഷൻസ്, ഇതെല്ലാം അടങ്ങുന്നതാണ് അമൃതയുടെ ഡാഫ് അസിസ്റ്റൻസ് പ്രോഗ്രാം. For more updates, stay tuned to Amrita IAS.